ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്. ചിക്കൻ പോക്സ് നമുക്ക് തടയാൻ സാധിക്കില്ല. ഇതൊരു സത്യമാണോ അതൊരു മിഥ്യയാണോ എന്ന് നമുക്ക് നോക്കാം. ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞാൽ വളരെ കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഇത് യൂഷ്വലി ഒരിക്കൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വർഷങ്ങളോളം നമ്മുടെ ശരീരത്തിൽ ഒരു ലക്ഷണവും കാണിക്കാതെ ഡോർമൻ്റ് ആയിട്ട്, ഒരിക്കൽ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഡോർമൻ്റ് ആയിട്ട് നമ്മുടെ ഞരമ്പുകളിൽ നെർവ്സിൽ സ്റ്റേ ചെയ്യും. പിന്നീട് വർഷങ്ങൾക്കപ്പുറം, ചിലപ്പോൾ 30-40 വർഷങ്ങൾക്കപ്പുറം ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾക്കപ്പുറം ആയിരിക്കാം, ഇത് വീണ്ടും വരികയും വളരെ സിവിയർ ആയിട്ട് വരികയും അതുമൂലം ചിലപ്പോൾ ഭയങ്കര പെയിനും ഭയങ്കര സിവിയർ ഇൻഫെക്ഷനിലോട്ടും ഒക്കെ പോകും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഷിംഗിൾസ് എന്ന് വിളിക്കുന്നത്. ഈ ഇൻഫെക്ഷൻ യൂഷ്വലി എയർബോൺ ഇൻഫെക്ഷൻ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉള്ളൊരു ആളുടെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അയാൾ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുന്നത് വഴി, അതുപോലെ തന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് വഴി റാഷസ് ഒക്കെ നമ്മൾ സ്പർശിക്കാൻ ഇടയായാൽ അതുവഴി നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഇപ്പൊ ഇൻഫെക്ഷൻ വന്ന് അടുത്ത ദിവസം നിങ്ങൾക്ക് ലക്ഷണം കാണും ഇല്ല. ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂഷ്വലി ഇൻഫെക്ഷൻ വന്ന് ഒരു 2 ആഴ്ചയ്ക്ക് അപ്പുറമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് 2 ആഴ്ച വരെ ഒരു സിംറ്റംസും ഉണ്ടാവാതിരിക്കും, നിങ്ങൾ അറിയാതിരിക്കാനും സാധ്യത. അപ്പൊ ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മുഖ്യധാരണ ഉള്ളത്, പാരന്റ്സ് എല്ലാം കരുതുക കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വന്ന് ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കിട്ടട്ടെ, അങ്ങനെ ഒരു ധാരണയുണ്ട്. പക്ഷെ ഇതൊരു റിയൽ ഫാക്റ്റ് ആണോ അതോ ഇതൊരു മിത്താണോ? ഒരു പരിധി വരെ ചിക്കൻ പോക്സ് ഇൻഫെക്ഷൻ മൈൽഡ് ഇൻഫെക്ഷൻ തന്നെയാണ്. പക്ഷേ ചില കുട്ടികളിൽ ഇത് പ്രതിരോധിക്കാനുള്ള ശക്തി വേണ്ട രീതിയിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇത് സിവിയർ ഇൻഫെക്ഷൻ ആയിട്ടൊക്കെ മാറാം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ തലച്ചോറിനെയോ നമ്മുടെ ഹൃദയത്തിനെയോ ഒക്കെ ഇത് ബാധിച്ച് കുട്ടികൾക്ക് സിവിയർ ഇൻഫെക്ഷൻ വരികയും അതുമൂലം കുഞ്ഞുങ്ങൾ മരണപ്പെടുകയും വരെ ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ചിക്കൻ പോക്സ് ഇൻഫെക്ഷൻ നമുക്ക് തടയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരികയാണ്. അപ്പോൾ ചിക്കൻ പോക്സ് ഇൻഫെക്ഷൻ നമുക്ക് തടയാൻ സാധിക്കുമോ? സാധിക്കും. ചിക്കൻ പോക്സ് ഇൻഫെക്ഷന് ഇപ്പോൾ വാക്സിനുകൾ അവൈലബിൾ ആണ്. ഇതിന്റെ പേരാണ് വാരിസെല്ല വാക്സിൻ. വാരിസെല്ല വാക്സിൻ നമ്മൾ 2 ഡോസുകളിലാണ് കുട്ടികൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുക. യൂഷ്വലി ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സിന് ശേഷമാണ് അഡ്മിനിസ്റ്റർ ചെയ്യുക. ഇപ്പം IAPയുടെ സ്കെഡ്യൂൾ പ്രകാരം 15-ാം മാസത്തിലാണ് നമ്മൾ കൊടുക്കാറ്. അതിനുശേഷം കുഞ്ഞുങ്ങൾ കിൻഡർ ഗാർഡനിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയമുണ്ടല്ലോ, ഒരു 4-6 വയസ്സിനിടയിൽ നമ്മൾ 2ാമത്തെ ഡോസ് ഓഫ് ചിക്കൻ പോക്സ് വാക്സിൻ കൊടുക്കും. അപ്പൊ ചിക്കൻ പോക്സ് വാക്സിൻ എടുത്താൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് 100% ഉറപ്പായും ഇനി ചിക്കൻ പോക്സ് അല്ല എന്ന് പറയാൻ സാധിക്കും. അത് വേറൊരു സംശയമാണ്. ഒരിക്കലും ഇല്ല. ഒരു കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പ് പറയാൻ സാധിക്കില്ല. 99% സിറ്റുവേഷൻസിലും കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാതെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ വന്നാൽ തന്നെ അതൊരു മൈൽഡ് ഇൻഫെക്ഷൻ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളത് ചിക്കൻ പോക്സ് ആണെന്ന് തിരിച്ചറിയുക പോലും ചെയ്യില്ല. അപ്പം എന്തുകൊണ്ടും വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് ബെറ്റർ.